തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, തിരുവനന്തപുരം ജില്ലയിലും ഭേദപ്പെട്ട പോളിംഗ് ആണല്ലോ. ഉച്ച രേഖപ്പെടുത്തിയത് ഏതാണ്ട് 50% കഴിഞ്ഞിരിക്കുകയാണ്. കനത്ത പോളിംഗ് ഈ മണ്ഡലങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് ജനവിധി എങ്ങോട്ടാകും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും വോട്ടർമാർ അവർ ഉറപ്പിച്ചു വന്നതുപോലെയാണ് രാവിലെ മുതലുള്ള ജനങ്ങളുടെ ഈ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള നീണ്ട നിരകൾ ദൃശ്യമായിരുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ പറഞ്ഞതുപോലെ രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ ഉച്ചയോടുകൂടി ഈ മന്ദഗതിയിലേക്ക് ഈ പോളിംഗ് മാറേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല സാഹചര്യം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സെന്ററിലെ ഒരു ബൂത്തിലാണ്. സെന്ററിലെ ഈ ബൂത്തിൽ, മോഡൽ സ്കൂളിലെ ഈ ബൂത്തിൽ ഇപ്പോഴും തിരക്കുണ്ട്. സാധാരണ ഉച്ച കഴിഞ്ഞ്, പ്രത്യേകിച്ച് വലിയ ചൂടാണ്. സ്വാഭാവികമായി ചൂട് തന്നെ ഈ ഒരു ചൂടൊന്ന് ശമിച്ച് 3 മണിക്ക് ശേഷമെല്ലാം വീണ്ടും ബൂത്ത് സജീവമാകുന്നതാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല സാഹചര്യം. ഇപ്പോഴും ബൂത്തുകളിൽ തിരക്കുണ്ട്. ബൂത്തുകളിൽ എത്തുന്നവരുടെ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം അത് ഓരോ നിമിഷം കഴിയുന്നവരും കൂടിക്കൊണ്ടുവരുന്നു. പോളിംഗ് ശതമാനം കരുതിയതിനേക്കാൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. 50% മുകളിൽ തന്നെയാണ് ശക്തമായ മത്സരം നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും. പ്രത്യേകിച്ച് നേമമാകട്ടെ, വട്ടിയൂർക്കാവട്ടെ, കഴക്കൂട്ടമാകട്ടെ, എല്ലാ മണ്ഡലങ്ങളിലും വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിൽ എന്താണ് ട്രെൻഡ് എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. എന്തായാലും ഇന്ന് അല്പം മുൻപാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇത്തവണ ഒരു 90% പോളിംഗ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് SCR ഒരു ഇമ്പാക്ട് കൂടിയാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം പലരെയും ഈ ഡബിളിംഗ് വോട്ടുകൾ, ഒപ്പം മരിച്ചുപോയവരുടെ വോട്ടുകളെല്ലാം കൃത്യമായി മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ മാറ്റാൻ കഴിഞ്ഞതിന്റെ ഒരു പോസിറ്റീവ് ഈ പോളിംഗ് ശതമാനം ഉയരുന്നതിൽ ഒരു ഘടകമായിട്ടുണ്ട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലെ ക്യൂ അത് എന്തായാലും വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം കൃത്യമായി നിറവേറ്റാൻ നിശ്ചയിച്ച് മുന്നോട്ട് വന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലെ വാശിയോടെ തന്നെ ഈ വോട്ടർമാർ അവരുടെ സമയം കൃത്യമായി എടുത്തുകൊണ്ട് ഈ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള സമയം വിട്ടുപോയ വോട്ടുകൾ അത് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. പ്രത്യേകിച്ച് ആരെങ്കിലും വീടുകളിൽ നിന്ന് വാഹനമില്ലാതെ അല്ലാത്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നവരെ വാഹനത്തിൽ നേരിട്ട് ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് ചെയ്യിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ ഈ വരാത്തവരുടെ ആബ്സെന്റീസിന്റെ ഇതുവരെയുള്ള ബൂത്തുകളിൽ എത്താത്തവരെ എല്ലാം നോക്കി അതിന്റെ തിരക്കിലേക്ക് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നീങ്ങിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വേഗത്തിൽ ഈ ബൂത്തുകളുടെ മുന്നിലെ ക്യൂ അത് വീണ്ടും വലിയ രീതിയിൽ മാറും. വലിയ തിരക്കുള്ള മേഖലയിലേക്ക് മാറും. തീരദേശത്ത് അടക്കം ഇപ്പോഴും ശക്തമായ വലിയ ക്യൂ തന്നെ ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.